ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ പ്രബുദ്ധ ജൂനിയർ കലാശാല എന്ന മൂവിയാണ്. വിദ്യാലയത്തിൽ വെച്ച് നമ്മുടെ നായകന് ഒരു പെൺകുട്ടിനെ വല്ലാതെ ഇഷ്ടാവുന്നു. അങ്ങനെ നായകൻ അവളുടെ പുറകെ നടന്ന് അവളെ വളയ്ക്കുന്നു. എന്നാൽ അതിനുശേഷം നായകന്റെ ജീവിതത്തിലുണ്ടാവുന്ന ഒരു വലിയ തിരിച്ചടിയാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നായകന്റെ റിലേഷനിൽ എന്താണ് സംഭവിച്ചത്, എന്ത് കാര്യമാണ് അവർക്കിടയിൽ സംഭവിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് നമ്മുടെ നായകനെ കാണിക്കുന്നു. ഒരുപാട് ഡിപ്രഷനോടെ, ഒരുപാട് സങ്കടത്തോടു കൂടി അവ സൈക്കിളും ചവിട്ടി അവന്റെ കോളേജിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവന്റെ ഈ വിഷമങ്ങൾക്കെല്ലാം കാരണം എന്താണെന്ന് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുന്നു. വാസു എന്നാണ് നായകന്റെ പേര്. ഒരു പക്ക മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു അവന്റേത്. കോളേജിൽ നായകന് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, രാകേഷും ലക്ഷ്മി നാരായണനും. ഇവര് മൂന്നുപേരും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല ഉഴപ്പായിരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് അടുത്തുള്ള കടയിൽ പോയി സിഗരറ്റ് വാങ്ങി ആരും കാണാത്തത് വലിക്കലും ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കലൊക്കെ ഇവരുടെ പതിവായിരുന്നു. സംഭവം അങ്ങനെയൊക്കെയാണെങ്കിലും ഇവര് പഠിത്തത്തിന്റെ കാര്യത്തിലൊന്നും പുറകോട്ടല്ലായിരുന്നു. പഠിച്ച് പാസ്സായി പോലീസ് ജോലി വാങ്ങണമെന്നാണ് ഇവരുടെ മൂന്നുപേരുടെ ആഗ്രഹം. അതിനായിട്ട് ഇവർ NCCയിലൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ NCCന്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ചുമരില് കുമാരി എന്ന് പറയുന്ന ഒരു പേര് കാണുന്നു. ഇത് കണ്ടതും നായകൻ കുമാരിയോ അതാരാണെന്ന് ചോദിക്കുവാണ്. ഈ സമയം അവന്റെ ഫ്രണ്ട്സ്, എടാ നീ അറിഞ്ഞില്ലേ, നമ്മുടെ കോളേജിലേക്ക് പുതിയൊരു പെൺകുട്ടി വന്നു ചേർന്നിട്ടുണ്ട്, അവളുടെ പേരാണ് കുമാരി, കാണാനും നല്ല ഭംഗിയാണ് അവളെ. ഇങ്ങനെ അവന്റെ ഫ്രണ്ട്സ് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് നായകനാണെങ്കിൽ അവളെ കണ്ടാ കൊള്ളാൻ തോന്നുന്നു. അങ്ങനെ അടുത്ത ദിവസം നായകൻ ക്ലാസ്സിലിരുന്നുകൊണ്ട് അവളെ പറ്റി ആലോചിച്ച് അവളുടെ കാര്യങ്ങളെല്ലാം ഫ്രണ്ട്സിനോട് ചോദിക്കുവാണ്. അങ്ങനെ നായകൻ ഫ്രണ്ട്സിനോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസ് എടുക്കുന്ന ടീച്ചർ കണ്ട് അവരെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി വിടുന്നു. ഈ സമയം നമ്മുടെ നായകൻ അവന്റെ ഫ്രണ്ട്സിനോട്, എടാ ഇതാ പറ്റിയ സമയം, എനിക്ക് ആ കുമാരി എന്ന് പറയുന്ന പെണ്ണിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. ഇത് കേട്ടത് അവന്റെ ഫ്രണ്ട്സ് അവനെയും കൂട്ടിക്കൊണ്ട് അവളുടെ ക്ലാസ്സിലേക്ക് എത്തുവാണ്. എന്നാൽ ആ സമയം അവൾ ക്ലാസ്സിലില്ലായിരുന്നു. അവിടെ അന്വേഷിക്കുന്ന സമയത്ത് അവള് ലൈബ്രറി പോയേക്കുവാന്ന് അവര് പറയുന്നു. ഇത് കേട്ട് അവന്റെ ഫ്രണ്ട്സ് അവനെയും കൂട്ടിക്കൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുന്നു. അങ്ങനെ ലൈബ്രറിയിൽ വെച്ച് കുമാരി എന്ന് പറയുന്ന പെണ്ണിനെ നായകനെ കാട്ടിക്കൊടുക്കുന്നു. ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ നായകനാണെങ്കിൽ അവളെ വല്ലാതെ ഇഷ്ടമായി. അടുത്ത ദിവസം കോളേജ് അവധിയായിരുന്നു. അന്ന് നായകൻ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് കുമാരി താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി അവളുടെ വീട് കണ്ടുപിടിക്കാനുള്ള ശ്രമം എല്ലാം നടത്തുന്നു. അടുത്ത ദിവസം കോളേജിലേക്ക് വരുന്ന സമയത്ത് കുമാരി ബസ്സിലെ വരുന്നതെന്ന് അറിഞ്ഞിട്ട് അത്രയും നാളും സൈക്കിളിൽ വന്നുകൊണ്ടിരുന്ന അവന്മാര് സൈക്കിളെല്ലാം ഒതുക്കി നിർത്തി ബസ്സിൽ കയറി വരാൻ തുടങ്ങുന്നു, അവളെ കാണുക എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിന്റെ പേരില്. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് നായകന്റെ ഫാമിലി കാണിക്കുന്നു. നായകന്റെ അച്ഛനാണെങ്കിൽ ഏത് സമയം കുടിച്ച് പൂസായി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അങ്ങനെ ആയതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് നായകന്റെ അമ്മയായിരുന്നു. പശുവിനെ കറന്ന് പാല് കൊടുത്തും അല്ലറ ചില്ലറ ജോലികളൊക്കെ ചെയ്തിട്ടായിരുന്നു അവര് കുടുംബം തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് ബസ്സിൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നായകനെയും ഫ്രണ്ട്സിനെയും അതുപോലെ കുമാരി എന്ന് പറയുന്ന പെണ്ണിനെയും കാണിക്കുന്നു. ഈ സമയം നായകന്റെ ഫ്രണ്ട്സ് നായകനെ മോട്ടിവേറ്റ് ചെയ്യുവാണ്. എടാ നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ നീ ആദ്യം പോയി അവളോടൊന്ന് സംസാരിച്ച് അവളുമായിട്ടൊന്ന് കമ്പനിയാവ്, അതല്ലാതെ ഇങ്ങനെ പുറകെ നടന്നിട്ടൊന്നും കാര്യമില്ല. ഇത് കേട്ട നായകൻ എന്നാ അവളോടൊന്ന് സംസാരിച്ച് കമ്പനി ആവാന്നും വിചാരിച്ച് അതിന് ശ്രമിക്കുന്നു. എന്നാൽ നായകനാണെങ്കിൽ അതിന് ധൈര്യം കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് അവര് ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് നായകന്റെ ഒക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന സുധ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കുമാരിനോട് സംസാരിക്കുന്നത് ഇവർ ശ്രദ്ധിക്കുന്നു. അപ്പൊ സുധയ്ക്ക് അവളുമായിട്ട് കമ്പനി ഉണ്ടെങ്കിൽ സുധ വഴി കുമാരിനെ പരിചയപ്പെടാന്ന് ഈ സമയം അവന്മാര് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ നായകന്റെ ഫ്രണ്ടായ രാകേഷ് എന്ന് സുധേനോട് ഈ കാര്യം പറയുവാണ്. അതായത് കുമാരിക്ക് നായകൻ എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ. ശരി, ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാന്ന് സുധ ആ സമയത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് വരാന്തയിലൂടെ അവർ നടന്നു വരുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന നായകനെ കണ്ട് സുധ അവരുടെ അടുത്തേക്ക് നായകനെ വിളിക്കുന്നു. രാവിലെ സുധേനോട് അവർ പറഞ്ഞായിരുന്നല്ലോ കുമാരിനെ തനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണമെന്ന്, അതിനുവേണ്ടി അവൾ വിളിക്കുന്ന കാര്യം നായകന് ഈ സമയം മനസ്സിലാവുന്നു. അങ്ങനെ നായകനോടേക്ക് ചെല്ലുന്ന സമയം സുധ അവൾക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്നാൽ അപ്പത്തെ ഒരു വെപ്രാളത്തിന്റെയും ധൈര്യമില്ലായ്മേന്റെ ഒക്കെ പുറത്ത് നായകനാണെങ്കിൽ അധികമൊന്നും അവളോട് സംസാരിക്കാൻ കഴിയുന്നില്ല. കുമാരി ഇവരുടെ അപ്പുറത്തെ ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇംഗ്ലീഷ് പീരീഡ് ഒരേ ടീച്ചറായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് പീരീഡ് ആവുന്ന സമയത്ത് ആ രണ്ട് ക്ലാസ്സുകളും തമ്മിൽ മെർജ് ചെയ്യിക്കും, അതായത് ക്ലബ് ചെയ്യിപ്പിക്കും. ഇങ്ങനെയുള്ള സമയത്ത് നായകനും നായിക ഒരേ ക്ലാസ്സിൽ വരുമല്ലോ. ആ സമയത്തല്ല നായകൻ നായികനെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിലെ കുമാരിന്റെ ഫ്രണ്ട്സ് ഇത് ശ്രദ്ധിക്കുന്നു. അങ്ങനെ കുമാരിനോട്, എടി വാസു എന്ന് പറയുന്ന ആ ചെക്കന് നിന്നെ ഒരു കണ്ണുണ്ടെന്ന് തോന്നുന്നു, അവൻ ക്ലാസ്സിലിരിക്കുമ്പോൾ ഏത് സമയം നിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട നായക ഒന്ന് പോടി എവിടുന്ന് ചുമ്മാ വെറുതെ പറയാതെ. ഇങ്ങനെ പറയുന്ന സമയത്ത് ഞങ്ങൾ കാര്യം പറഞ്ഞതാടി, പിന്നെ ആ ചെക്കൻ ആള് കൊള്ളാട്ടോ, നന്നായിട്ട് പഠിക്കുന്ന ഒരു ചെക്കനാണ് അവൻ, പിന്നെ അവനെ പറ്റി ആരും അങ്ങനെ ഇതുവരെ മോശവും പറഞ്ഞിട്ടില്ല, ലൈനും ഇല്ല എന്നാണ് കേട്ടത്, നിനക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സ് ഈ സമയത്ത് അവളോട് അങ്ങനെ സംസാരിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് കുമാരിക്ക് ഒരു നാണം വരുന്നു. എന്നാൽ അവര് പറഞ്ഞ ഈ വാക്കുകളെല്ലാം കുമാരിനെ നല്ല രീതിയിൽ സ്വാധീനിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അവനോട് സംസാരിച്ച് അവനുമായിട്ട് നല്ല കമ്പനി ആവാനും അവനുമായിട്ട് കൂടുതൽ എടുക്കാനും അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സായി മാറുന്നു. അതുവഴി അവരുടെ ഇടയിലുള്ള ഇഷ്ടവും കൂടി വരുന്നു. അങ്ങനെ മനസ്സിൽ പ്രണയം പൂവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ലവ് സോങ്സ് ഒക്കെ കേൾക്കുന്നതിൽ കുറച്ച് ഇൻട്രസ്റ്റ് കാണിക്കുമല്ലോ. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് നായകൻ അതേപോലെ വീട്ടിൽ ചെന്നതിന് ശേഷം ലവ് സോങ്സ് എല്ലാം കേട്ടിരിക്കാനും ഇവളെ പറ്റി കൂടുതൽ ആലോചിക്കാനൊക്കെ തുടങ്ങുന്നു. അതുപോലെ പിന്നീട് അങ്ങോട്ട് നായകന് ക്ലാസ്സിലേക്ക് വരാനുള്ള ഇൻട്രസ്റ്റ് തന്നെ ഇവളെ കാണാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ടായിരുന്നു. അങ്ങനെ ആ
സീനോടെ കട്ടായി. ക്ലാസ് എല്ലാം കഴിഞ്ഞ് കുമാരി അവളുടെ ഫ്രണ്ട്സും കൂടി തിരിച്ച് ബസ്സിൽ കയറി പോവാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈ സമയം കാറിലൊരു വ്യക്തി വന്ന് കുമാരിനെ നോക്കി അങ്ങനെ അവിടെ നിൽക്കുവാണ്. ഈ സമയം അവളുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ദാ ചെക്കനും കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളായിട്ട് ഈ സമയത്ത് നിന്നെ കാണാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നിന്നെ അവൻ നല്ല നോട്ടമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കുമാരി ആണെങ്കിൽ ആ ചെക്കനെ ഒന്ന് നോട്ട് ചെയ്യുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് നമ്മുടെ നായകന്റെ അതായത് കുമാരിന്റെ വീട് കാണിക്കുന്നു. കുമാരിന്റെ അച്ഛൻ കുറച്ചാൾ മുമ്പ് മരിച്ചുപോയി. ഇപ്പൊ വീട്ടില് കുമാരി അവളുടെ അമ്മയും മാത്രമേ ഉള്ളൂ. കുമാരിന്റെ അമ്മയ്ക്കാണെങ്കിൽ അച്ഛൻ മരിച്ചതിന് ശേഷം മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ആ ബന്ധത്തിനോട് നമ്മുടെ നായികയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത ദിവസം നമ്മുടെ നായികയാണെങ്കിൽ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുവാണ്. ഈ സമയം ബൈക്കിൽ അവിടേക്ക് നവീൻ എന്ന് പറഞ്ഞൊരു വ്യക്തി വന്ന് അവളുടെ അടുത്ത് ബൈക്ക് നിർത്തി, വാ കേറ്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറയുന്നു. ഇവരുടെ കോളേജിലെ സീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഈ നവീൻ. എന്നാൽ അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടും നായികയാണെങ്കിൽ അയാളുടെ ബൈക്കിന് പുറകിൽ കയറാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ദേഷ്യം കൊണ്ട് അന്ന് അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ കോളേജിന്റെ ചുമരില് അവളെ പറ്റി തെറ്റായ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നു. കുമാരി ഒരു മോശപ്പെട്ട പെൺകുട്ടിയാണ്, താനുമായിട്ട് പ്രണയം നടിച്ച് തന്റെ കൂടെ നടന്ന് തന്റെ കുറെ പണവും തട്ടിയെടുത്ത് തന്നെ ചീറ്റ് ചെയ്തിട്ട് പോയ ആളാണെന്നൊക്കെയാണ് നവീൻ അവിടുത്തെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് നായകനെ അവന്റെ ഫ്രണ്ട്സ് വിളിച്ചുകൊണ്ട് കാട്ടിക്കൊടുക്കുന്നു. അങ്ങനെ താൻ പ്രണയിക്കുന്ന പെണ്ണിനെ പറ്റി ഇങ്ങനൊരു കാര്യം ഇങ്ങനെ എഴുതി വെച്ചതായിട്ട് കാണുന്ന സമയത്ത് നായകനാകെ ദേഷ്യം വരുന്നു. അങ്ങനെ അപ്പൊ തന്നെ അതെല്ലാം മാച്ചു കളഞ്ഞിട്ട് നായകൻ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് നേരെ നവീനെ കാണാൻ വേണ്ടി ചെല്ലുന്നു. അങ്ങനെ ഇതിന്റെ പേരിൽ അവര് നവീനുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ സീനിയറുമായിട്ട് ജൂനിയേഴ്സായി ഇവര് പ്രശ്നം ഉണ്ടാക്കിയോണ്ട് അടുത്ത 2-3 ദിവസത്തേക്ക് അവർക്ക് ക്ലാസ്സിലേക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ആ പ്രശ്നമെല്ലാം ഏകദേശം ഒതുങ്ങിയതിനു ശേഷമാണ് അവര് തിരിച്ച് ക്ലാസ്സിലേക്ക് ചെല്ലുന്നത്. ഈ സമയം കോളേജിലെ ഭൂരിഭാഗം കുട്ടികളും കുമാരിയും നവീൻ എന്ന് പറയുന്ന സീനിയറും തമ്മിലെ പ്രണയത്തിലാണ്. ഇരുവരെയും പല പ്രാവശ്യമായിട്ട് ലൈബ്രറിയിൽ വെച്ച് ഒരുമിച്ച് കണ്ടിട്ടുണ്ടെന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് നായകനാണെങ്കിൽ ആകെ സങ്കടം തോന്നുവാണ്. അടുത്ത സീനിൽ ഇത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി നായകനോട് ചോദിക്കാമെന്ന് വിചാരിച്ച് നായകനെ കാണാൻ വേണ്ടി അവളുടെ ക്ലാസ്സിന്റെ അടുത്തേക്ക് നായകൻ ചെല്ലുന്നു. ഈ സമയത്ത് നായകൻ കാണുന്ന കാഴ്ച എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് നവീനും നായികയും പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. അങ്ങനെ ഇതും കൂടി കാണുന്ന സമയത്ത് അപ്പൊ കോളേജിലെ പിള്ളേര് പറയുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് നായകന് മനസ്സിലാവുന്നു. അങ്ങനെ നായകന് അവളോട് ഭയങ്കര ദേഷ്യമാവുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് അതിന്റെ പേരിൽ നായകൻ അവളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുവാണ്. അങ്ങനെ ഇത് ശ്രദ്ധിക്കുന്ന അവളാണെങ്കിൽ ഒരു ദിവസം നായകന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, ഈയിടെയായിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരുമ്പോൾ നീ ഒഴിഞ്ഞു മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്താ കാരണം? നീ നവീനുമായിട്ട് പ്രണയത്തിലാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നീയുമായിട്ട് കുറച്ച് കൂടുതൽ അടുപ്പം കാണിച്ചത്. ഇങ്ങനെ നായകൻ പറയുന്ന സമയത്ത് ഇതാണ് അവന്റെ വിഷയം എന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് കേട്ട കുമാരി പറയുവാണ്, എടാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നവീൻ എന്ന് പറയുന്നവൻ എന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞെന്റെ പുറകെ നടക്കുവാണ്. ലൈബ്രറിയിൽ വെച്ചും ക്ലാസ്സിൽ വെച്ചും പല പ്രാവശ്യമായിട്ട് നവീൻ എന്നോട് ഈ കാര്യം പറഞ്ഞു. എന്നാൽ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്തിട്ടും അവൻ എന്നെ വിട്ടുപോകുന്നില്ല. ഇങ്ങനെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എന്തൊക്കെയാണെങ്കിലും നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യരുത്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവിടെ വെച്ച് അവനെ ഹഗ് ചെയ്തിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇതിലൂടെ അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് അവള് കൺവേ ചെയ്യുവാണ്. അങ്ങനെ ഈ കാര്യം മനസ്സിലായ നായകനാണെങ്കിൽ ഒരുപാട് സന്തോഷിക്കുന്നു. അടുത്ത ദിവസം പഴയ പോലെ തന്നെ നമ്മുടെ നായകനാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവളുടെ അടുത്ത് നിന്ന് സംസാരിക്കുകയും അവളുമായിട്ട് വീണ്ടും അടുത്തടുത്ത് വരികയും ചെയ്യുന്നു. അങ്ങനെ മനസ്സുകൊണ്ട് അത്രയടുത്ത് അവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുവാണ്. അങ്ങനെയൊക്കെ ഒരു ദിവസം കുമാരിനോട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് നായകനാണെങ്കിൽ അവളെ ആളൊഴിഞ്ഞ ക്യാമ്പസിന്റെ ഒരു ഭാഗത്തേക്ക് വിളിക്കുന്നു. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ നമ്മുടെ നായകനാണെങ്കിൽ അവന്റെ ഫീലിംഗ്സ് കൊണ്ട് പെട്ടെന്ന് അവളെ കിസ് ചെയ്യുന്നു. ഈ സമയം ആകെ ടെൻഷനായ പോലെ കുമാരി ആണെങ്കിൽ അവിടെ നിന്ന് ഓടി പോവുകയാണ്. അതിനുശേഷം അവിടുന്ന് ഒരാഴ്ചത്തേക്ക് അവളാണെങ്കിൽ അവനെ കാണാനോ അവനോട് സംസാരിക്കാനോ വരുന്നില്ല. ഈ ഒരു കാര്യം നായകനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് നായകൻ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വീട്ടിലാണെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നം, നായകന്റെ അച്ഛൻ വെള്ളം അടിച്ച് വന്ന് അമ്മേനോട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ നായകനാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുവാണ്. അങ്ങനെ അവനവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് അവന്റെ ഫ്രണ്ട്സ് അവനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ഒരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനിയും കുമാരിനോട് മിണ്ടാതിരുന്ന തനിക്കൊക്കെ ഭ്രാന്ത് പിടിക്കുന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ നായകൻ കുമാരിന്റെ അടുത്തേക്ക് എന്ന് എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ അവളോട് പെരുന്ന് സംസാരിക്കുവാണ്. ഞാൻ എന്നങ്ങനെ ചെയ്തത് തെറ്റായി പോയെങ്കിൽ അതിന് നീ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നു, പക്ഷെ ഇങ്ങനെ മിണ്ടാതിരുന്ന എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്ന എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്ന് അവനും പറയുന്നു. അങ്ങനെ അവന്റെ ഈ സംസാരം എല്ലാം കേൾക്കുന്ന സമയത്ത് അവൾക്ക് അവളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ദേഷ്യമെല്ലാം മാറി അവൾ ഓക്കെ ആവുന്നു. അങ്ങനെ ആ പ്രശ്നം കോംപ്രമൈസ് ആവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജോലിക്കായിട്ട് പോയിരിക്കുന്ന നായകന്റെ അമ്മേനെ കാണിക്കുന്നു. ജോലി സ്ഥലത്ത് വെച്ച് അവന്റെ അമ്മയ്ക്കാണെങ്കിൽ വയർവേന വന്ന് വലിയ പ്രശ്നമാവുകയാണ്. അങ്ങനെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകള് അവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഡോക്ടർ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് അവരോട് പറയുവാണ് അവർക്കെന്തോ വലിയ അസുഖമാണ്, സോ എത്രയും വേഗം വലിയൊരു ഓപ്പറേഷൻ നടത്തണം, അല്ലെങ്കിൽ അവരുടെ ജീവൻ അതാപത്തായിരിക്കുമെന്ന്. എന്നങ്ങനെ സർജറി ചെയ്യണമെങ്കിൽ 10-25,000 രൂപ വേണമായിരുന്നു. എന്നാൽ അത്രയും പണമൊന്നും എടുക്കാൻ ഇവരുടെ കയ്യിലില്ലല്ലോ. അത് മാത്രമല്ല അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ പിന്നെ നായകൻ ആരാ ഉള്ളത്? നായകന്റെ പഠനവും ബാക്കി കാര്യങ്ങളൊക്കെ ആര് നോക്കൂന്നുള്ള ആ ഒരു ആശങ്ക ഇവർക്കുണ്ടായിരുന്നു.
എന്നാൽ അമ്മേന്റെ ഈ അസുഖത്തിനെ പറ്റിയും അവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെ പറ്റിയൊന്നും അറിയാതെ നമ്മുടെ നായകനാണെങ്കിൽ കോളേജില് കുമാരിനെയും പ്രണയിച്ച് ആ ഒരു രീതിക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് ദിവസങ്ങളോട് കഴിഞ്ഞു പോകുന്നു. ഈ സമയം കൊണ്ട് നായകന്റെ അമ്മയാണെങ്കിൽ ആരുടെ അടുത്തുനിന്നൊക്കെയോ കടം വാങ്ങി അവരുടെ ഓപ്പറേഷനുള്ള പണം എല്ലാം സംഘടിപ്പിക്കുകയാണ്. എന്നിട്ട് ഓപ്പറേഷന് ഡേറ്റ് എടുക്കുവാണ്. കുറച്ച് പണം ആദ്യം തന്നെ അടയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ള പണം ഓപ്പറേഷൻ ഡേറ്റ് എടുക്കുമ്പോഴേക്കും അടച്ചാൽ മതി എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ആ പണം അവര് വീട്ടിൽ സൂക്ഷിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നമ്മുടെ നായകനാണെങ്കിൽ ലൈബ്രറിയിൽ വെച്ച് നായികയായിട്ട് കൂടുതൽ അടുക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് അവർ റൊമാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന് ഈവനിങ് ആവുന്ന സമയം ഇന്ന് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടേയാക്കാന്ന് നായകൻ പറയുന്നു. അങ്ങനെ സൈക്കിളിൽ കയറ്റി നായകൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുവാണ്. എന്നാൽ ഈ സമയം അവന്റെ സൈക്കിളിന്റെ ടയർ പഞ്ചറാവുന്നു. ഈ സമയം നായിക ചോദിക്കുവാണ്, നിനക്ക് ഈ സൈക്കിൾ കളഞ്ഞിട്ട് നല്ലൊരു ബൈക്ക് വാങ്ങിക്കൂടെ എന്ന്. ആ സൈക്കിൾ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നായകന് കിട്ടിയത്. കാരണം നായകൻ അത്ര സമ്പന്നമായ കുടുംബത്തിലെ ഒരാളല്ലല്ലോ. എന്നാലും നായിക ഇങ്ങനെ ബൈക്കിന്റെ കാര്യം പറഞ്ഞപ്പം ഒരു ബൈക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് അവന് തോന്നുന്നു. അങ്ങനെ ആഗ്രഹം മനസ്സിൽ കയറി പോകുന്നതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നായകൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു മില്ലുണ്ടായിരുന്നു. അവിടെ ചെന്ന് കോളേജിൽ അടയ്ക്കാൻ കുറച്ച് പൈസ വേണമെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് കുറച്ച് പണം കടം വാങ്ങുന്നു. അങ്ങനെ കടം വാങ്ങിയ പണം കൊണ്ട് അവൻ ആഗ്രഹിച്ച രീതിയിൽ ഒരു ബൈക്കും വാങ്ങുവാണ്. ശേഷം അതും കൊണ്ട് നേരെ കോളേജിലേക്ക് എത്തുന്നു നായകൻ. എന്നിട്ട് നായകനെ കണ്ട്, നിന്റെ ആഗ്രഹം പോലെ ഞാനൊരു ബൈക്ക് വാങ്ങിയിട്ടുണ്ട്, എന്താ നീ ഹാപ്പി ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ നമ്മുടെ നായികയാണെങ്കിൽ വലിയ വൈബൊന്നും ഇല്ലാത്ത രീതിയിലാണ് നായകനോട് സംസാരിക്കുന്നത്. ഇവൾക്ക് ഇതെന്താ പെട്ടെന്ന് പറ്റിയെന്ന് ഈ സമയം നായകൻ വിചാരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് 2-3 ദിവസം കഴിഞ്ഞു പോകുന്നു. ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് നായികയാണെങ്കിൽ നായകനുമായിട്ട് അകന്നകന്നു വരുന്നു. കാരണം എന്താണെന്ന് നായകന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ കാര്യങ്ങൾ നായകൻ അവന്റെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ദിവസം നായകൻ അവന്റെ ഫ്രണ്ട്സിനോടൊപ്പം ക്ലാസ് എല്ലാം കഴിഞ്ഞ് ബൈക്ക് എടുത്ത് പോകാൻ തുടങ്ങുന്ന സമയം എല്ലാ ദിവസവും ക്ലാസ് വിടുന്ന സമയത്ത് അവളെ കാണാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വന്നു നിൽക്കുന്ന ആ കാറുള്ള ഒരു ചെറുപ്പക്കാരനില്ലേ, അവൻ അവിടേക്ക് വന്ന് ഇപ്പൊ അവളെ കാറിൽ കയറ്റി കൊണ്ടുവന്ന് ഇവര് കാണുന്നു. അന്ന് നൈറ്റ് നായകനാണെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി അടുത്തുള്ള കോളിംഗ് ബൂത്തിൽ പോയി നായകന്റെ വീട്ടിലേക്ക് കോൾ ചെയ്യുന്നു. എന്നാൽ ആ സമയം അവളുടെ ഫോൺ ആണെങ്കിൽ ബിസി ആയിരുന്നു. അങ്ങനെ ഇപ്പൊ എന്തൊക്കെയോ സംശയം തോന്നിയ നായകനാണെങ്കിൽ അടുത്ത ദിവസം അവളെ നേരിട്ട് കണ്ട് ഇതിനെപ്പറ്റി ചോദിക്കുവാണ്. എടാ, ആ ചെക്കനും കുറെ നാളായിട്ട് എന്റെ പുറകെ നടക്കുമായിരുന്നു. 2-3 ദിവസം മുമ്പ് അവൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇത് കേട്ട നായകൻ ആകാംക്ഷയോട് കൂടി, എന്നിട്ടോ നീ അവന്റെ കൂടെ കാറിൽ കയറി പോകുന്ന കണ്ടല്ലോ, ഇന്നലെ രാത്രി ഞാൻ നിന്നെ കോൾ ചെയ്തപ്പോ നിന്റെ ഫോൺ ബിസി ആയിരുന്നു, ഇങ്ങനെയെല്ലാം ചോദിക്കുന്നു. ഇത് കേട്ട അവളാണെങ്കിൽ നീ എന്നെ ഇങ്ങനെ അവിശ്വസിക്കരുത്, ഇങ്ങനെ മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോകുന്ന രീതിയിൽ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം നായകൻ വീണ്ടും സാഡാവുന്നു. അടുത്ത സീനിൽ നായകൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കോളേജിന്റെ അവിടുത്തെ ചുമരില് വാസു ലവ് കുമാരി എന്നൊക്കെ എഴുതി വെക്കുന്നു. ഇത് കാണുന്ന അവന്റെ ഫ്രണ്ട്സ് അവനെ വഴക്ക് പറയുകയാണ്. എടാ, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? നീ ഇങ്ങനെയൊക്കെ ചെയ്താ നമ്മുടെ സീനിയർ ആയിട്ടുള്ള നവീനും നീയും തമ്മിൽ എന്താ വ്യത്യാസം? ഇതെല്ലാം കേട്ട നായകൻ സങ്കടത്തോടുകൂടി പറയുവാണ്, ഞാൻ ഇങ്ങനെയല്ല എഴുതി വെക്കുന്നത്, ഞാനും അവളും തമ്മിൽ പ്രണയത്തിലാന്ന് നമ്മുടെ കോളേജിലുള്ള എല്ലാവരും അറിയുവാണെങ്കിൽ ഇനി ആരും അവളെ പുറകെ നടന്ന് അവളെ ശല്യപ്പെടുത്തില്ലല്ലോ, അവളെ വളയ്ക്കാൻ ശ്രമിക്കില്ലല്ലോ, അവൾ എന്റേത് മാത്രമായി മാറില്ലേ, അതിനു വേണ്ടിയാണെന്നൊക്കെ. അങ്ങനെ അന്ന് ഈവനിങ് നായകൻ വീട്ടിലെത്തിയിട്ട് അടുത്തുള്ള കോളിംഗ് ബൂത്തിൽ പോയി നായകന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു. നായിക അപ്പൊ കോൾ എടുക്കുന്നുണ്ട്, എന്നാൽ അധികം ഒന്നും സംസാരിക്കുന്നില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ നായകൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവളെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടി അവളുടെ വീടിന് മുമ്പിലേക്ക് എത്തുന്നു. എന്നിട്ട് അവളുടെ വീട്ടിലെ ഫോണിലേക്ക് കോൾ ചെയ്ത് ഇന്ന പോലെ ഞാൻ പുറത്തുണ്ട്, ഒന്നിറങ്ങി വാ, എനിക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞ് അവളെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഈ സമയം നായകൻ അവളോട് പറയുവാണ്, നമ്മൾ തമ്മിൽ പ്രണയിക്കുന്ന ആൾക്കാരല്ലേ, നമ്മുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യണം. എന്നാൽ നായകന്റെ ഈ സംസാരം എല്ലാം കേട്ടതും അവൾ പറയുകയാണ്, എടാ, ഞാൻ ഒരുപാട് ആലോചിച്ചു നമ്മുടെ ബന്ധത്തിനെ പറ്റി, നമ്മൾ തമ്മിൽ ഒട്ടും സെറ്റ് ആവില്ല, അതുകൊണ്ട് നീ ഇത് വിട്ടേക്ക്, നമുക്കിത് മറക്കാമെന്നും പറഞ്ഞ് അവള് തിരിച്ച് വീട്ടിലേക്ക് കയറി പോകുന്നു. ഈ സമയം ഇതെല്ലാം കേട്ട് നമ്മുടെ നായകനാണെങ്കിൽ ആകെ ബ്ലാങ്ക് ആയി ആകെ മരവിച്ച അവസ്ഥയിൽ അങ്ങനെ നിൽക്കുവാണ്. അതെ, സാഹിത്യപരമായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ നായകൻ അവളെ നൈസായിട്ട് അങ്ങ് തേച്ചു കളഞ്ഞു. ഇത് നായകനെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നു. ശരിക്കും നായകനാകെ മൂഡ് ഓഫ് ആയി ഇനാക്റ്റീവായി മാറുന്നു. അതിനുശേഷം പഠിത്തത്തിലും ബാക്കി ഒന്നിലും അവൻ അങ്ങനെ ഫോക്കസ് ആവാൻ കഴിയുന്നില്ല. മൊത്തത്തിൽ അവൻ അങ്ങ് ഉഴപ്പാൻ തുടങ്ങുന്നു. അതുപോലെ തുടർന്നുള്ള ദിവസങ്ങളിൽ നായിക ആ കാറുമായിട്ട് വരുന്ന വ്യക്തിയുമായിട്ട് കൂടുതലായിട്ട് അടുക്കുന്നതും അവന്റെ കൂടെ പോകുന്നതെല്ലാം നായകൻ ശ്രദ്ധിക്കാനും തുടങ്ങുന്നു. ഒരു ഘട്ടത്തില് നായകനെ ഇവന് പരിചയപ്പെടുത്തി കൊടുത്ത ഇവരുടെ ക്ലാസ്സിലെ സുധ എന്ന് പറയുന്ന പെണ്ണില്ലേ, അവളുടെ അടുത്ത് നിന്ന് നായകനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവൾ എന്നെ ചീറ്റ് ചെയ്തു, ഇപ്പൊ അവളത് ആ പയ്യനുമായിട്ട് പ്രണയത്തിലാണെന്ന് തോന്നുന്നു, നിനക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ എന്ന് ചോദിക്കുന്നു. ഈ സമയം അവള് പറയാണ്, എടാ, അവള് മുമ്പ് സീനിയറായ നവീനുമായിട്ട് പ്രണയത്തിലായിരുന്നു, കുറെ നാള് പ്രണയം കാട്ടി അവന്റെ കൂടെ നിന്ന് അവന്റെ കുറെ പണമെല്ലാം തട്ടിയെടുത്ത് അവനെ ചീറ്റ് ചെയ്തു എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ടാണ് അവളൊരു മോശപ്പെട്ട പെൺകുട്ടിയാണെന്നുള്ള രീതിയിൽ അവൻ ചുമരിൽ ആ കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ശേഷമാണ് അവള് നീയുമായിട്ട് സെറ്റായത്. ഇപ്പൊ ആ കാറിൽ വരുന്ന ആ വ്യക്തിയുമായിട്ട് സെറ്റായി. ഇതെല്ലാം ഞാൻ ഈയിടയ്ക്കാണ് അറിഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങനൊരു പെണ്ണെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരില്ലായിരുന്നു എന്ന് സുധ പറയുന്നു. എന്നാൽ സുധ പറയുന്ന ഈ കാര്യങ്ങളൊന്നും നായകനാണെങ്കിൽ ഒട്ടും വിശ്വാസമാവുന്നില്ല. കാരണം നായകന്റെ മനസ്സിൽ ഇപ്പോഴും അവളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളെ പറ്റി തെറ്റായിട്ട് ചിന്തിക്കാനൊന്നും നായകന് കഴിയില്ലായിരുന്നു. അവളെന്തോ തന്നോട് പിണങ്ങിയിരിക്കുവാണ്. അവളെ പിണങ്ങം മാറ്റാനായിട്ട് അവൾക്ക് ഞാനൊരു മോതിരം വാങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നായകനിപ്പോ ആ മോതിരം അവന്റെ ഫ്രണ്ട്സിനെ കാട്ടിക്കൊടുക്കുമ്പോൾ അവന്റെ ഫ്രണ്ട്സ് അവനെ വഴക്ക് പറയുന്നു. എടാ, നിനക്കെന്താ എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ലേ? അതുപോട്ടെ, ഇത്രയും വിലപിടിപ്പുള്ള ഈ മോതിരം വാങ്ങാൻ നിനക്ക് എവിടുന്ന പണം കിട്ടുകയും ചോദിക്കുന്ന സമയം, എടാ, വീട്ടിൽ അമ്മ കുറച്ച് പണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണെന്നും അറിയത്തില്ല, അത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി, അതുകൊണ്ട് ഞാനിത് അങ്ങ് എടുത്തു, അമ്മേനോട് പെർമിഷൻ ഒന്നും ചോദിച്ചില്ല എന്ന് നായകൻ പറയുവാണ്. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് അവന്റെ ഫ്രണ്ട്സ് അവനെ വഴക്ക് പറയുന്നു. എന്നാൽ ഇപ്പൊ നായകൻ ഈ മോതിരം വാങ്ങാൻ വേണ്ടി എടുത്തോണ്ട് വന്നിരിക്കുന്ന പണം ഏതാണെന്നറിയാവോ? അമ്മ ഓപ്പറേഷന് വേണ്ടി കരുതി വെച്ച
പണമായിരുന്നു. അങ്ങനെ ഓപ്പറേഷനുള്ള ടൈം ആവുന്ന സമയത്ത് ഓപ്പറേഷൻ പണം കെട്ടാനാവുമ്പോൾ അമ്മ വന്ന് പണം അന്വേഷിക്കുവാണ്. അപ്പൊ പണമാണെങ്കിൽ അവിടെ ഇല്ല. ഈ സമയം അവന്റെ അമ്മ വിചാരിക്കുവാണ് കുടിക്കാൻ വേണ്ടി അവന്റെ അച്ഛനാണ് ആ പണം എടുത്തോണ്ട് പോയതെന്ന്. അങ്ങനെ അച്ഛൻ വീട്ടിലേക്ക് എത്തിയ സമയം അവർ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് അയാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. ഇതേ സമയം ഈ കാര്യങ്ങളൊന്നും അറിയാത്ത നമ്മുടെ നായകനാണെങ്കിൽ അമ്മയുടെ പണവും അടിച്ചു മാറ്റി അതുകൊണ്ട് വാങ്ങിയ മോതിരവുമായിട്ട് നായകനെ പോയി കണ്ട് അത് കൊടുത്ത് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. എന്നാൽ നായികയാണെങ്കിൽ അവനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ തമ്മിൽ ഒട്ടും ചേരില്ലടാ, അതുകൊണ്ട് ഇത് വേണ്ടാന്ന് തന്നെയാണ് അവളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നായകന് മനസ്സിലാവുന്നു അപ്പൊ സുധ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന്. അങ്ങനെ ഇപ്പൊ നായകൻ അതിനെപ്പറ്റി ചോദിക്കുവാണ്. ഈ സമയം നായികയാണെങ്കിൽ അവനോട് ദേഷ്യപ്പെടുന്നു. ഇതെന്റെ ലൈഫാണ്, എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അത് നീ ചോദിക്കാൻ വരണ്ടെന്നും പറഞ്ഞ് അവൾ അവനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്ന സമയം ആകെ തകർന്നു പോവാണ് നമ്മുടെ നായകൻ. അങ്ങനെ വിഷമം കൊണ്ട് നായകൻ എന്താ ചെയ്തതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ജീവിക്കണ്ടെന്നുള്ള രീതിയിൽ ഒരു സ്ഥലത്ത് പോയി വിഷം വാങ്ങി കുടിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ആത്മഹത്യ ശ്രമിച്ച നായകൻ ആശുപത്രി കിടക്കുന്നതായിട്ടാണ്. പ്രണയ നൈരാശ്യത്തിന്റെ പേരിലാണ് നായകൻ ഇങ്ങനെ ചെയ്തെന്നുള്ള കാര്യം അമ്മേനെ അറിയിക്കേണ്ടെന്നുള്ള രീതിയിൽ ഫ്രണ്ട്സ് ഈ കാര്യങ്ങളൊന്നും അമ്മേനോട് പറയുന്നില്ല. എന്തായാലും മകനെ ഈ ഒരു അവസ്ഥയിൽ കാണുന്ന സമയത്ത് അമ്മ ആകെ തകർന്നു പോകുന്നു. അങ്ങനെ കുറെ ദിവസത്തെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് നായകനൊന്നും ഓക്കെ ആവുന്നു. അങ്ങനെ ഇപ്പൊ നായകനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. വീട്ടിലെത്തിയതിനു ശേഷം അവന്റെ ആ ബൈക്ക് കാണുന്ന സമയത്ത് നായകനാണെങ്കിൽ നായകനെ ഓർമ്മ വരുന്നു. ശരിക്കും ഇറിറ്റേറ്റഡ് ആവുകയാണ് അവൻ. അങ്ങനെ അവൻ ആ ബൈക്ക് വിൽക്കുന്നു. അതിനുശേഷം അവൻ കുറച്ച് പെട്രോളും വാങ്ങി നേരെ പോകുന്നത് അവന്റെ കോളേജിലേക്കായിരുന്നു. അവിടെയുള്ള ചുമരില് വാസു ലവ് കുമാരി എന്നവൻ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ അതിനെല്ലാം തീ കൊളുത്തി അവൻ അവിടെ കത്തിക്കുവാണ്. അങ്ങനെ അതെല്ലാം അവിടെ കത്തി അമരുന്നതോടെ അവന്റെ മനസ്സിൽ അവളോടുണ്ടായിരുന്ന ഓർമ്മകളും ഇല്ലാതാവുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാത്രി നായകൻ വീട്ടിലേക്ക് തിരിച്ചെത്തുവാണ്. ഈ സമയം വീടിന്റെ മുറ്റത്ത് കുറെ ആൾക്കാർ കൂടി നിൽക്കുന്നു. നായകനാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല. ചെന്ന് നോക്കുന്ന സമയത്ത് സംഭവിച്ചെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ അമ്മ മരണപ്പെട്ടിരിക്കുകയാണ്. വേണ്ട സമയത്ത് ഓപ്പറേഷൻ ചെയ്യാത്തതുകൊണ്ട് പെയിൻ കൂടിയാണ് അവന്റെ അമ്മ മരിച്ചത്. അങ്ങനെ ഇപ്പൊ അമ്മേന്റെ ഈ രോഗത്തിനെ പറ്റി എല്ലാം അറിയുന്ന അമ്മേന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലേഡി കരഞ്ഞുകൊണ്ട് പറയുവാണ് ഇന്ന പോലെ ഇവർക്കൊരു അസുഖം ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ ചെയ്യാതെ വേറെ നിവൃത്തിയില്ലാന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് അതിന് വേണ്ട പണമെല്ലാം ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മദ്യപാനിയായ ഇവരുടെ ഭർത്താവ്, അതായത് നായകന്റെ അച്ഛൻ, ആ പണം അവരറിയാതെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഓപ്പറേഷന് കെട്ടാൻ പണമില്ലാതായോണ്ട് ഓപ്പറേഷൻ മുടങ്ങി. അങ്ങനെയാണ് ഇവര് മരിച്ചതെന്ന്. അങ്ങനെ ഇത് കേൾക്കുന്ന സമയത്ത് നായകനാണെങ്കിൽ ആകെ വല്ലാതാവുന്നു. അങ്ങനെ നായകൻ പൊട്ടി കരയുകയാണ്. ആ പണം എടുത്തത് അച്ഛനല്ല താനാണെന്നും പറഞ്ഞ് നായകൻ ഒരുപാട് സങ്കടപ്പെട്ട് കരയുന്നു. ശരിക്കും നായകൻ ഇപ്പോഴാണ് ആ പണം എന്തിനു വേണ്ടിയായിരുന്നു അമ്മ കരുതിയതെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ അവന്റെ അമ്മേന്റെ മരണത്തിന് കാരണം അവൻ തന്നെയാണെന്നുള്ള ആ ഒരു വിഷമത്തിന്റെ പുറത്ത് അവൻ എല്ലാവരും കരയുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ മൂവീസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ദെൻ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.